പണ്ട് ഒരു കോഴി കൊണ്ട് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സൽക്കാരം മൊത്തം കഴിഞ്ഞിരുന്നത് ഇന്ന് ഒരാൾക്ക് വേണം ഒരു കോഴി നിറച്ചതാണ് ഒരാൾ കൊന്നത്. അപ്പം മുതലേ കുട്ടികളൊക്കെ തന്നെ വ്യായാമം വളരെ കുറവായിട്ടാണ് ഉള്ളത്. പണ്ടൊന്നും ഇപ്പോൾ രാത്രിയൊക്കെ എല്ലാവരും നേരത്തെ കിടക്കുന്ന നേരത്തെ നീക്കുന്ന ഒരു സംവിധാനം ബഹുഭൂരിപക്ഷം ആളുകൾ. അതേസമയം ഇന്നിപ്പോൾ നമ്മുടെ പല കാരണങ്ങൾ മൊബൈൽ കാരണം കൊണ്ടോ അല്ലെങ്കിൽ പല ജോലികൾ കാരണം കൊണ്ടോ വളരെയധികം വ്യത്യാസം വരികയാണ്. ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതൽ നമ്മളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന കാരണങ്ങൾ ഒന്ന് നമ്മുടെ വ്യായാമത്തിൻ്റെ കുറവാണ്. പണ്ട് കാലത്തൊക്കെ ഒരു 50 കൊല്ലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ഒരു 5-10 കിലോമീറ്ററൊക്കെ നടന്നിരുന്ന നമ്മുടെ വല്യപ്പാർ ഉമ്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ വാപ്പാരുടെ ഒക്കെ കാലമായപ്പോഴേക്കും അതൊരു 5 കിലോമീറ്ററൊക്കെ ആയിട്ട് ചുരുങ്ങി. നമ്മുടെ കാലമായപ്പോഴത്തേന് അതൊരു 2 കിലോമീറ്ററായി. ഇപ്പം നമ്മുടെ കുട്ടികളുടെ കാലമൊക്കെ ആയപ്പോഴത്തേന് വളരെ ഒരു ബസ്സിൽ തന്നെ കയറി പോകുന്നതാണ്. രണ്ടാമത്തെ വിഷയം ഭക്ഷണത്തിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഒരു 50 വർഷമൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടമാണ്. വളരെ കുറച്ച് ഭക്ഷണമേ ആളുകൾക്കുള്ളൂ. ഇന്ന് അതേസമയം പണ്ടിപ്പോൾ ഒരു കോഴി കൊണ്ട് ഒരു കുടുംബത്തിൽ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരാൾക്കൊരു കോഴി വേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു കാര്യത്തിനും ചിട്ടല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ ഭക്ഷണം, വ്യായാമം, ചിട്ട, ജീവിതത്തിൽ ഉറക്കം, എഴുന്നേൽക്കൽ ഒക്കെ ആണെങ്കിൽ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടാവും.